പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ ഒരു പഴയ മുസ്ലിം തറവാട് വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു ചെറിയ കുടുംബസംഗമം നടത്തുന്നുണ്ട്. തറവാട്ടിലെ അംഗങ്ങളൊക്കെ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. വളരെയധികം സന്തോഷവും ഉത്സാഹവും നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഞാനിവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ അംഗങ്ങളൊക്കെ ഓൾറെഡി ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലാണ്. തറവാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. മുഴുവൻ വൃത്തിയാക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ കോലായിലിരുന്നിട്ട് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ഞാനെന്തായാലും ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. എനിക്ക് തറവാട് കാണുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. ഒറ്റനോട്ടത്തിൽ തറവാട് കാണുമ്പോൾ ഇവിടെ ആളുകൾ താമസിക്കുന്നില്ല എന്നാരും പറയില്ല. കാരണം അത്രത്തോളം ആ ഒരു പ്രൗഢിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു തറവാട് നിലനിൽക്കുന്നത്. തറവാട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതുഭാഗത്ത് തൊഴുത്ത് കാണാം. പിന്നെ വലതുഭാഗത്തോട്ട് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ അടുക്കള ഭാഗങ്ങളൊക്കെ വരുന്നത്. വലിയ തോതിലുള്ള കേടുപാടുകളൊന്നും തറവാടിന് സംഭവിച്ചിട്ടില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഓടുകൾ, കുറച്ച് ഭാഗങ്ങൾ, അടുക്കളയുടെ കുറച്ച് ഭാഗത്ത് കുറച്ച് ഓടുകളൊക്കെ പൊട്ടിയതായിട്ട് കാണുന്നുണ്ട്. പുറത്ത് നോക്കുമ്പോൾ അതാണ് കേടുപാടുകൾ എന്ന് പറയാൻ മാത്രം കാണപ്പെടുന്നത്. എന്തായാലും കുറച്ചേറെ ഞാൻ ഉമ്മറത്താഴത്തിൻ്റെ ഇങ്ങനെ ഇരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല്. ഞാനിങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, കുടുംബത്തിലെ അംഗങ്ങളൊക്കെ. ഞാൻ ഇതിലൊരു പുതിയ അംഗമാണ്. എന്തായാലും തറവാട്ടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറാനുള്ള പരിപാടിയിലാണ്. മുറികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറികളിൽ നോക്കുമ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ചെറുതായിട്ട് പെയിൻ്റൊക്കെ മങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മേൽക്കൂര, അതായത് ഓരോ മുറിയുടെയും ജനൽ, വാതിൽ, മരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കേടുപാടും സംഭവിക്കാതെ നിൽക്കുന്നുണ്ട്. മുറിയുടെ കുറച്ച് ഭാഗത്തൊക്കെ ചെറുതായിട്ട് ചെതലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവയ്ക്ക് വൃത്തിയാക്കാനുള്ള പുറപ്പാടിലാണ് ഇവിടെ. ചില ഭാഗങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെയൊക്കെ ഇരുട്ടായതുകൊണ്ട് തന്നെ, അത് കാരണം ഒരു വെളിച്ചത്തിൻ്റെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ നന്നായിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തായാലും പടികൾ കയറി മുകളിലോട്ട് ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. കോണിപ്പടികൾ കയറുമ്പോൾ കുറച്ചൊരു സംശയത്തോടെയാണ് കയറുന്നത്. കാരണം കോണിപ്പടികൾക്ക് അത്യാവശ്യം ബലമുണ്ടോ എന്നുള്ള ഒരു ശങ്കയിലാണ് കയറുന്നത്. എന്തായാലും മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. പെർഫെക്റ്റ്, ഓക്കെ ആണ് എല്ലാം. ഞാനിപ്പോൾ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് 1ാമത്തെ നിലയിലാണ്. ഒരു കോണിപ്പടിയാണ് കയറി വന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കോണിപ്പടി കൂടി കയറാനുണ്ട്. കാരണം പഴയ തറവാടിൻ്റെ ഒക്കെ ഒരു മുഖ്യ ആകർഷണം ഉണ്ടല്ലോ, നമ്മുടെ മച്ച്. അപ്പം അതിലോട്ട് കയറണം. അങ്ങനെ വീണ്ടും കോണിപ്പടികൾ കയറിയിട്ട് മുകളിലോട്ട് പോവാണ്. അങ്ങനെ മച്ചിലെത്തിയിട്ടുണ്ട് ഏകദേശം. ഇവിടെയൊക്കെ പെർഫെക്റ്റ് ഓക്കെയാണ്. ഞാൻ വിചാരിച്ചത് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചാൽ അലങ്കോലപ്പെട്ടുണ്ടാവുന്നതാണ്. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നുമില്ല. നല്ല ക്ലീൻ ഏരിയ ആണ് ഇവിടെ. എന്തായാലും വീണ്ടും മച്ചിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ 1ാം നിലയിലോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാൽക്കണിയുടെ ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത്, ഇടതുഭാഗത്ത് തറയിൽ ഒരു വാതിലുണ്ട്.
ഈ വാതിലൂടെ താഴോട്ട് പടികൾ ഇറങ്ങിയാൽ നമ്മുടെ ഉമ്മർ കോലായിലോട്ട് എത്താൻ പറ്റും. അതെന്തായാലും എനിക്ക് നല്ല ഒരു ആകർഷണമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഈ വാതിൽ തുറന്നു വെച്ചാൽ ഒരാൾക്ക് വീടിൻ്റെ പുറത്ത് നിന്ന് ഉമ്മർ കോലായിൽ നിന്ന് മുകളിലത്തെ ആ ഒരു നിലയിലോട്ട് എത്താൻ പറ്റും. ഇതൊരു പഴയ തറവാടുകൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു ആകർഷണമായിരിക്കും. എന്തായാലും പടികളിറങ്ങി താഴോട്ട് പോവാണ്. മറ്റുള്ള മുറികളിലോട്ടൊക്കെ ഇങ്ങനെ നടന്ന് കാണാനുണ്ട്. മുന്നേ സൂചിപ്പിച്ച പോലെ ഇവയിലെ മരങ്ങൾക്കൊന്നും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ ഈ തറവാട്ടിൽ എനിക്ക് തോന്നിയുള്ള ഒരു ഹൈലൈറ്റ്. പിന്നെ വാതിലൊക്കെ കൊടുത്തുള്ള ഒരു പട്ട, അതൊക്കെ ഒരു പ്രത്യേക ആകർഷണം തരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഓടാമ്പലും പഴയ പൂട്ടും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മുറികളിലെ വിശേഷങ്ങളൊക്കെ കണ്ട ശേഷം നമ്മൾ പോയിട്ടുള്ളത് അകത്തളത്തോട്ടാണ്. അകത്തള ഒരു ഭാഗമുണ്ട് അവിടെ. പഴയ തറവാട്ടിൻ്റെ മറ്റൊരു ആകർഷണമാണ് ഈ ഒരു അകത്തളം. ഇപ്പോൾ നമ്മുടെ പുതിയ വീടുകൾക്കൊക്കെ ഈ ഒരു അകത്തളം പുതിയ രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇരിക്കാൻ ഒരു പ്രത്യേക വൈബായിരിക്കും. പിന്നെ അകത്തളം കിടന്ന് നമ്മൾ അടുക്കള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വസ്തുക്കളുണ്ട്. വെളിച്ചത്തിൻ്റെ അഭാവം കാരണം അടുക്കളയുടെ ഉൾഭാഗം നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ തലമുറക്ക് നഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, ഉരലിരിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിലെ വസ്തുക്കൾ സൂക്ഷിക്കുന്ന മഞ്ച, ഭരണികളുണ്ട്, വെള്ളം സൂക്ഷിക്കുന്ന പൂജകളുണ്ട്, പിന്നെ ഒരു പഴയ കുട അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം അങ്ങനെ സ്മൃതിയിലേക്ക് നടന്നെടുക്കുകയാണ്. എന്തായാലും നമ്മുടെ വെയിലാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യാത്ര ഏകദേശം ഇങ്ങനെ തീരാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു കൺക്ലൂഷൻ എന്നോണം കാലം ആർക്കു വേണ്ടിയും ഇങ്ങനെ കാത്തു നിൽക്കുന്നില്ല. പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലോട്ട് നടന്നെടുക്കുന്ന പ്രകൃതിയെ നോക്കി കൊഞ്ഞനം കുത്തി അങ്ങനെ
ചരിക്കുന്നു. ഇതുപോലുള്ള ഇടങ്ങൾ വിദൂര ഭാവിയിൽ അപ്രത്യക്ഷമായേക്കാം. മനസ്സിൻ്റെ ഇടനാഴിയിൽ ഓർമ്മകളായി സുഷുപ്തിയിൽ ആണ്ടുപോയേക്കാം. എന്തായാലും ഇതുപോലെയുള്ള ഒത്തുകൂടൽ ഇനിയും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയോട് കൂടി നിർത്താണ് നമ്മുടെ യാത്രകൾ അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതിലും നന്നായിട്ട് തറവാട് മുഴുവനായിട്ട് വൃത്തിയാക്കിയിട്ട് വലിയ തോതിലുള്ള ഒരു സംഗമം നടക്കണം എന്നൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഈ യാത്ര അവസാനിക്കുകയാണ്. പുതിയ ഒരിടത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ.